ബഹുമാനപ്പെട്ട സത്താർ സാഹിബ് പന്തല്ലൂരിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ഒരു പ്രസംഗത്തിന്റെ സമയമല്ല, പ്രസംഗത്തെക്കാൾ വാചാലമാണ് ഈ സദസ്സ്. ഇതൊരു പാഠവും സന്ദേശവുമാണ്. സമസ്ത കേരള ജമിയത്തുലമക്ക് എന്തെങ്കിലും കുറവുകളോ പോരായ്മകളോ ഉണ്ടോ എന്ന് സംശയിച്ചവർക്കുള്ള അള്ളാഹു നൽകിയ വരദാനമാണ് സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. ഈ യാത്രയെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. പതിനായിരങ്ങൾ തടിച്ചു കൂടിയ ഒരു മഹാസമ്മേളനം. ആ ഒരു മഹാസമ്മേളനത്തില് സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങള്, ആ തങ്ങള് നയിച്ചു കൊണ്ടിരിക്കുന്ന സമസ്ത, ആ സംസ്ഥയുടെ പടയണികളായിട്ടുള്ള പതിനായിരങ്ങൾ തടിച്ചുകൂടിയ ഒരു വേദിയില് 24 സെക്കൻഡ് മാത്രം സംസാരമോ? വെറും 24 സെക്കൻഡ്. പക്ഷേ ആ 24 സെക്കൻഡ് എനിക്ക് തോന്നുന്നു 24 മിനിറ്റ് നേരം നടത്തുന്ന ഒരു പ്രസംഗത്തെക്കാൾ വളരെ ആവേശോജ്ജലമായിരുന്നു, അർത്ഥവത്തായിരുന്നു എന്നുള്ളതാണ്. സർദാർ പന്തല്ലൂര് ഇന്നലെ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നടത്തിയ സംസാരമാണ്. വെറും 24 സെക്കൻഡ്. വെറും 24 സെക്കൻഡ് മാത്രമാണ് സർദാർ പന്തല്ലൂർ സംസാരിക്കുന്നത്. ആ സംസാരിച്ച സർദാർ പന്തല്ലൂർ പറഞ്ഞത് ഇത് സമസ്തയാണ്, ഇത് സമസ്തയാണ്, ഇത് സമസ്തയാണ്. ഒന്നും രണ്ടും മൂന്നാമതും ഇത് സമസ്തയാണ്. ഈ സമസ്തയുടെ നായകൻ എന്ന് പറയുന്നത് സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് എന്നുള്ളതാണ്. എന്താണ് ആ പ്രത്യേകത? സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കുള്ള പ്രത്യേകത എന്താണ്? സയ്യിദുൽ ഉലമക്കുള്ള പ്രത്യേകത എന്താണ്? സയ്യിദുൽ ഉലമ എന്ന് പറയുന്ന സയ്യിദുൽ ഉലമയ്ക്കുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ആ സയ്യിദുൽ ഉലമയെ പരിഷ്കരിച്ച് സ്ഫുടം ചെയ്ത് വളർത്തി വലുതാക്കി ഈ ഉമ്മത്തിന്റെ കടിഞ്ഞാണ് തങ്ങളിലേക്ക് എത്തിച്ചത് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയാണ് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ശൈഖുനാ ശംസുൽ ഉലമ ആരാണെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? ഇല്ല. ശംസുൽ ഉലമ സ്ഫുടം ചെയ്തെടുത്ത വ്യക്തി, അതാണ് സയ്യിദുൽ ഉലമ. ആ പ്രത്യേകത തന്നെയാണ് സയ്യിദുൽ ഉലമയെ വേറിട്ട് നിർത്തുന്നത്, ഈ ഉമ്മത്തിന്റെ നായകനെ വേറിട്ട് നിർത്തുന്നത്. ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ കടിഞ്ഞാൻ സയ്യിദുൽ ഉലമയുടെ കൈകളിലേക്ക് എത്തുവാനുണ്ടായ കാരണവും ആ മുറബ്ബിയായ ശൈഖുനാ ശംസുൽ ഉലമ, ആ ശംസുൽ ഉലമയുടെ തർബിയത്താണ് അതിനുള്ള കാരണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അതുകൊണ്ടാണ് ഈ മഹത്തായ പ്രസ്ഥാനം ഇന്നും അണുകിട വ്യത്യാസമില്ലാതെ ഇതേ വേദിയിൽ വെച്ച് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ ഒരു പ്രസംഗമുണ്ട്. അത് 2 മിനിറ്റോ 3 മിനിറ്റോ ഉള്ള ഒരു പ്രസംഗമാണ്. ആ പ്രസംഗത്തിൽ അബ്ദുൽ ഹമീദ് ഫൈസി പറഞ്ഞു വെക്കുന്നുണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ ഭരണഘടന 1ഉം 2ഉമായി എഴുതി വെച്ച കാര്യങ്ങളെ കുറിച്ച്. ആ കാര്യങ്ങൾ അണുകിട വ്യത്യാസമില്ലാതെ ഇന്നും ആദർശ വിശുദ്ധിയോടുകൂടി മഹാത്മാക്കളുടെ പാരമ്പര്യം അങ്ങനെ അതേപടി അതിൽ വെള്ളം ചേർക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സമസ്തക്ക് സാധിക്കുന്നത് അല്ലേ? പല കോണുകളിൽ നിന്ന് പല ആവശ്യങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു, ചിലതൊക്കെ മാറ്റണമെന്ന്. അല്ലേ? ഞാൻ ആരെയും പേരെടുത്ത് പറയാത്തതോ എന്തിനെ കുറിച്ചെങ്കിലും ഒരു സൂചന പോലും നൽകാത്തത് അത് വേണ്ട എന്ന് എന്റെ സയ്യിദ് ഇന്നലെ വയനാട്ടിൽ വെച്ചും പലയിടങ്ങളിൽ വെച്ച്, കഴിഞ്ഞ ദിവസങ്ങളിൽ പാലക്കാട് വെച്ച്, മണ്ണാർക്കാട്ട് വെച്ച്, അത് കഴിഞ്ഞ് നീലഗിരിയിൽ വെച്ച്, ഇന്നലെ വയനാട്ടിൽ വെച്ച് ഒക്കെ സയ്യിദ് പല തവണ സയ്യിദുൽ ഉലമ നമ്മളോട് പലതവണ ആവർത്തിച്ച് പറയുന്നുണ്ട്, നമുക്ക് ആരോടും വെറുപ്പില്ല, നമ്മൾ ആരെയും അപഹസിക്കുകയോ അധിക്ഷേപിക്കുകയോ ചെയ്യേണ്ട എന്ന്. അതുകൊണ്ടാണ് പേരെടുത്ത് പറഞ്ഞിട്ടുള്ള ആ ഒരു ഏർപ്പാടിലേക്ക് കടക്കാത്തത്. അത് സമസ്തയുടെ മക്കൾക്ക് ഇതിനെക്കുറിച്ച് അറിവില്ലാഞ്ഞിട്ടോ അവർക്ക് അതിനുള്ള കാര്യപ്രാപ്തി ഇല്ലാഞ്ഞിട്ടോ ആണ് എന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട. ആ ഒരു ഘട്ടത്തിലേക്ക് കിടക്കുന്നില്ല. അങ്ങനെ ചെയ്യുന്നത് വേണ്ട എന്ന് ഈ ഉമ്മത്തിന്റെ വഴികാട്ടി നമ്മളോട് നിർദ്ദേശങ്ങൾ തരിക. ആ നിർദ്ദേശങ്ങൾ നമുക്ക് പാലിക്കാനുള്ളതാ. അതുകൊണ്ട് അത്തരം പേരുകളോ സൂചനകളോ ഒന്നും തരാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ പറയാതെ പോകാനും പറ്റില്ല, അല്ലെ? അപ്പൊ അത്തരത്തിൽ സമസ്തയുടെ ആദർശങ്ങളിൽ, സമസ്തയുടെ നയങ്ങളിൽ വിട്ടുവീഴ്ച ഉണ്ടാവണം, മാറ്റങ്ങൾ വരുത്തണം എന്ന് പലരും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിന്
കഴിയാതെ അല്ലെങ്കിൽ അത് ചെയ്യാൻ നിൽക്കാതെ അതിന് കൂട്ടാക്കാതെ അത്തരം ആവശ്യക്കാരെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ യാത്ര മുന്നോട്ട് പോകാൻ സമസ്ത തയ്യാറായിട്ടുണ്ടെങ്കിൽ അത് ആ സമസ്തയെ നയിക്കുന്ന സയ്യിദുൽ ഉലമ, ആ സയ്യിദുൽ ഉലമയുടെ ഒരു മദദ് ആ സയ്യിദുൽ ഉലമക്ക് അല്ലെങ്കിൽ ആ ഒരു തർബിയത്ത് ഇന്നും സയ്യിദുൽ ഉലമക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏത് തർബിയത്ത്? മുറബ്ബിയായ ശൈഖായ ശൈഖുനാ ശംസുൽ ഉലമ, ആ ശംസുൽ ഉലമ ഇപ്പോഴും ആ സയ്യിദുൽ ഉലമയുടെ മുകളിൽ ആ ശംസുൽ ഉലമയുടെ ഒരു തർബിയത്ത്, ഒരു മദദ്, ഒരു സംരക്ഷണ വലയം, ഇതൊക്കെ ഇപ്പോഴും സയ്യിദുൽ ഉലമക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. അല്ലേ? ആണ്. അല്ലെങ്കിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ബാപ്പു ഹാജിയോട് ശംസുൽ ഉലമക്ക് പറയേണ്ടി വരില്ലായിരുന്നു, ബാപ്പു ഹാജി എന്റെ തങ്ങൾ ഏറ്റെടുത്ത് നടത്തുമ്പോ അന്ന് തങ്ങളോടൊപ്പം നിൽക്കണേ, തങ്ങളെ ഒറ്റപ്പെടുത്തരുതേ എന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഷെയ്ഖുനക്ക് ബാപ്പു ഹാജിയോട് പറയേണ്ടി വരില്ലായിരുന്നു. ഷെയ്ഖുനക്ക് എല്ലാം അറിയാം, എല്ലാം അറിയുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്. ആ ഒരു മദദ്, ആ മദദ് ഇന്നും തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്, തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യന്, അല്ലേ, ശൈഖുനാ ശംസുൽ ഉലമയും സയ്യിദുൽ ഉലമയും തമ്മിലുണ്ടായ ബന്ധം, ആ ബന്ധം എത്തരത്തിലായിരുന്നു എന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ആ ബന്ധം എങ്ങനെയായിരുന്നു, എവിടെ വരെയായിരുന്നു? തന്റെ ശിഷ്യനെ ശംസുൽ ഉലമ എപ്പോഴും അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്നത് തങ്ങളെ തങ്ങളെ എന്നാണ്. തങ്ങളോട് ചോദിക്കുമായിരുന്നു, തങ്ങളെ നിങ്ങൾക്ക് എന്താ വേണ്ടത്? അതിന് സയ്യിദുൽ ഉലമ പറയുന്ന മറുപടികളും അതിന് ശംസുൽ ഉലമ തിരിച്ചു കൊടുത്ത മറുപടിയും ഒക്കെ വളരെ പ്രസക്തമാണ്. അപ്പൊ പറഞ്ഞു വരുന്നത്, ഈ മഹാപ്രസ്ഥാനത്തിന്റെ ഒരു ആദർശ ശുദ്ധിയുണ്ട്, ഒരു നയ ആശയങ്ങളുണ്ട്. ആ ആശയങ്ങളും നയങ്ങളും ആദർശവും ഒക്കെ അതിൽ അണുകിട വ്യത്യാസം വരുത്താൻ സമസ്ത നോ കോംപ്രമൈസ്, നോ കോംപ്രമൈസ്. കാരണം ആ ആദർശങ്ങളും ആ മാർഗനിർദ്ദേശങ്ങളും നടക്കേണ്ട വഴിയും വെട്ടിത്തന്ന് ആ വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന് സമസ്തയോട് പറഞ്ഞത് മഹാന്മാരായ പണ്ഡിതന്മാരാണ്, സാദാത്യങ്ങളാണ്, അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്. അല്ലേ? അതിൽ പാണക്കാട്ട് PMS പൂക്കോയത്തങ്ങളുണ്ട്, വരക്കൽ മുല്ലക്കോയത്തങ്ങളുണ്ട്, സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുണ്ട്, ശംസുൽ ഉലമയുണ്ട്, കണ്ണിയത്ത് ഉസ്താദുണ്ട്, അങ്ങനെ കാളമ്പാടി ഉസ്താദ്, നിരവധിയായ ആളുകള്, പണ്ഡിതന്മാര്, അള്ളാഹുവിന്റെ ആരിഫീങ്ങള്, ഇവരാണ് ആ പാത വെട്ടിവെച്ചത്. ആ പാതയിലൂടെ മാത്രമേ സമസ്ത സഞ്ചരിക്കുകയുള്ളൂ. എന്തൊക്കെ ആവശ്യങ്ങളുണ്ടെങ്കിലും ഈ പാതയിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കൊണ്ടുള്ള ഒരു നീക്കുപോക്കിനും സമസ്ത തയ്യാറല്ല, സമസ്ത അത് ചെയ്യുകയുമില്ല. അത് തന്നെയാണ് ഇന്നലെ വയനാട്ടിൽ വെച്ച് സയ്യിദുൽ ഉലമ മറ്റൊരു വാക്ക് കൂടി പറയുന്നുണ്ട്. നിങ്ങൾ വിഴുങ്ങി കുഴുങ്ങി മഴങ്ങി എന്നൊക്കെ പറയുമ്പോ അങ്ങനെ ഒരു ഘട്ടം ഉണ്ടായാൽ ഈ പണി അവിടെ നിർത്തുമെന്ന് സയ്യിദുൽ ഉലമ പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഘട്ടം ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിന്റെ ആഴപ്പരപ്പുകൾ. അല്ലേ? അങ്ങനെ ഒരു ഘട്ടമുണ്ടായാൽ ഈ പണി നിർത്തുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കില്ല. കാരണം സയ്യിദുൽ ഉലമയുടെ കൈകളിൽ ഈ സമസ്തയെ ഏൽപ്പിച്ചത് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയാണ്. അല്ലെന്ന് പറയാൻ സമസ്തയുടെ മക്കൾക്ക് സാധിക്കുമോ? അങ്ങനെ ശംസുൽ ഉലമ ഏൽപ്പിച്ച ഈ സമസ്ത, ഈ ഉമ്മത്തിനെ അങ്ങനെ വിട്ടുവെച്ചു പോകാൻ, പാതി വഴിയിൽ ഉപേക്ഷിക്കാൻ സയ്യിദുൽ ഉലമക്ക് സാധിക്കുമോ? ഒരിക്കലുമില്ല. മനസ്സിലായില്ലേ? അപ്പോ സമസ്തയുടെ ആശയങ്ങളിലും സമസ്തയുടെ പ്രവർത്തനങ്ങളിലും സമസ്തയുടെ മാർഗരേഖകളിലും ഒക്കെ വിട്ടുവീഴ്ചകൾ വേണം, മാറ്റങ്ങൾ വേണം എന്ന് പറയുന്നവർക്ക് മാറി നിന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കാം. അവരെ സമസ്ത എന്ത് ചെയ്യും? നായ തൊട്ട കലം പോലെ മാറ്റി നിർത്തും, നായ തൊട്ട കലം പോലെ മാറ്റി നിർത്തും. അതേ സമസ്ത ചെയ്യൂ, അതല്ലാതെ ഇങ്ങോട്ടടുപ്പിക്കില്ല. കാരണം സമസ്ത സഞ്ചരിക്കുന്നതൊന്നും, സമസ്തയെ ഇന്ന് നയിക്കുന്നവർ എഴുതി വെച്ച, രേഖപ്പെടുത്തി വെച്ച മാർഗനിർദ്ദേശങ്ങൾക്കോ വെട്ടിവെച്ച വഴിയിലൂടെയോ അല്ല. അത് മുൻഗാമികൾ വെട്ടിവെച്ച വഴിയാണ്, മുൻഗാമികൾ എഴുതി വെച്ച മാർഗനിർദ്ദേശങ്ങളാണ്, മുൻഗാമികൾ കാണിച്ചു കൊടുത്തതാണ് സമസ്ത എങ്ങനെ സഞ്ചരിക്കണം എന്നുള്ളത്. ആ പാതയിലൂടെ മാത്രമേ സമസ്ത സഞ്ചരിക്കുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് ഇങ്ങോട്ടോ
ആ മോട്ടോ നോ കോംപ്രമൈസ്, നോ കോംപ്രമൈസ്. ആ മാർഗനിർദ്ദേശങ്ങളിൽ, ആദർശങ്ങളിൽ നിന്നുകൊണ്ട്, പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് മാത്രമേ സമസ്ത മുന്നോട്ട് പോവുകയുള്ളൂ. കാരണം സമസ്തയുടെ മഹാന്മാര്, സമുന്നതരായ നമ്മുടെ മുൻഗാമികള്, ആ മുൻഗാമികള് അള്ളാഹുവിന്റെ ഔലിയാക്കളായിരുന്നു എന്നുള്ളതാണ്. ആ മഹാന്മാര് പറഞ്ഞതും പഠിപ്പിച്ചതും ദീനാണ്. അവര് സംരക്ഷിച്ചത് ദീനിനെയാണ്, അവര് പ്രചരിപ്പിച്ചതും ദീനിനെയാണ്. ആ ദീനിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ ആ മഹാത്മാക്കൾ സമ്മതിക്കില്ല എന്നുള്ളതാണ്. അത് തന്നെയല്ലേ തങ്ങളും പല വേദികളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സയ്യിദുൽ ഉലമ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അത് തന്നെയല്ലേ. സയ്യിദുൽ ഉലമ കന്യാകുമാരിയിൽ തുടങ്ങി ഇന്നലെ വയനാട്ടിൽ അവസാനിക്കുമ്പോ ഇത്രയും ദിവസത്തെ ഈ അനുഭവങ്ങളിൽ നിന്ന് സയ്യിദുൽ ഉലമ പലതും പറഞ്ഞു വെക്കുന്നുണ്ട്. ഇന്നലെ സയ്യിദുൽ ഉലമ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ 100ാം വാർഷികത്തോടു കൂടി ഈ മഹാപ്രസ്ഥാനത്തിന് വല്ലാത്തൊരു എനർജി, ഒരു എക്സ്ട്രാ എനർജി കൈവരിച്ചിട്ടുണ്ട് എന്ന് തങ്ങൾ പറയുമ്പോ, തങ്ങൾ തന്റെ അനുഭവങ്ങളിൽ നിന്നാണ് ഇതൊക്കെ പറയുന്നത്. താൻ ഇത്രയും ദിവസം കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങി വയനാട്ടിൽ എത്തുന്നത് വരെയുള്ള ഓരോ നിമിഷങ്ങളിലും തങ്ങൾ അനുഭവിച്ച, തങ്ങൾ സാറ്റിസ്ഫൈഡ് ആയ ആ ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൽ നിന്നുകൊണ്ടാണ് തങ്ങൾ ഈ വാക്കുകളൊക്കെ നമ്മളോട് പറയുന്നത്. അതിനുള്ള ഏറ്റവും വലിയ കാരണം, ഈ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ചെന്ന് കണ്ട ആളുകളാണ്. ആ ആളുകളെ കണ്ട് അവരോട് കാര്യങ്ങൾ പറഞ്ഞ്, എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞ്, അവരോട് കാര്യങ്ങൾ വിശദീകരിച്ച് അവരുടെ സമ്മതം വാങ്ങിയിട്ടാണ് സയ്യിദുൽ ഉലമ ഇറങ്ങി പുറപ്പെട്ടത്. ഞാൻ പലപ്പോഴും പറഞ്ഞതാണ്, ഈ യാത്രയിൽ സയ്യിദുൽ ഉലമക്ക് വഴികാട്ടിയായി വെട്ടം തെളിയിച്ചുകൊണ്ട് ഈ മഹാന്മാർ മുന്നിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് അല്ലേ. ആ ഔലിയാക്കളുടെ, പണ്ഡിതന്മാരുടെ മദത്, സദാത്യങ്ങളുടെ മദത്, അത് ഇന്നും സയ്യിദുൽ ഉലമ അനുഭവിക്കുന്നുണ്ട്, ഈ പ്രസ്ഥാനത്തിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ വലിയ ഒരു സംരക്ഷണ വലയം ഈ പ്രസ്ഥാനത്തിന് അവർ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരെ നമുക്ക് നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ക്യാമറ കണ്ണുകൾ കൊണ്ട് ആ ഔലിയാക്കന്മാരെ, അള്ളാഹുവിന്റെ ആരിഫീങ്ങളെ, ആ പണ്ഡിതന്മാരെ നമുക്ക് ഒപ്പിയെടുക്കാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ ഈ പറയുന്ന ആദർശം വിട്ടുകൊണ്ട് ഒരു കളി സമസ്തയുടെ മക്കൾക്കില്ല, സമസ്തക്കുമില്ല അല്ലേ. അങ്ങനെയാണ് ആ മഹാന്മാര് വെട്ടിവെച്ച വഴിയിലൂടെ മാത്രമേ ഈ സംഘടന, ഈ മഹത്തായ പ്രസ്ഥാനം സഞ്ചരിക്കുകയുള്ളൂ. കാരണം അത് ദീനാണ്. ദീന് എവിടെ നിന്ന് തുടങ്ങി? മുത്ത് റസൂലിൽ നിന്ന് തുടങ്ങി. മുത്ത് റസൂല് പറഞ്ഞ ആ വഴിയിലൂടെ മാത്രം സഞ്ചാരം. അതിനപ്പുറത്തേക്കുള്ള സഞ്ചാരവും നീക്കുപോക്കുകളും അഡ്ജസ്റ്റ്മെന്റുകളും വിട്ടുവീഴ്ചകളും ഈ പ്രസ്ഥാനത്തിനില്ല. അത് ഇനി അങ്ങോട്ട് ഉദ്ദേശിക്കുന്നതുമില്ല. വരും നൂറ്റാണ്ടുകളിലും ഈ പ്രയാണം ഇതേ രീതിയിൽ തന്നെയായിരിക്കും ഇൻഷാ അല്ലാഹ് എന്ന് സമസ്തയുടെ കാവൽ ഭടന്മാർക്ക്, അതിന്റെ ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ ഉമ്മത്തിന്റെ നായകന് പറയാൻ സാധിക്കും. കാരണം ആ നായകനെ തർബീയത്ത് ചെയ്ത്, സ്ഫുടം ചെയ്ത് വളർത്തി വലുതാക്കിയത് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയാണ് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത.